വന്നേ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ചന്ദ്രൻ അവിടെ ഇല്ലാവോ? മമ്മി അവളെ അടുക്കളയിൽ പിടിച്ചു വെച്ചിരിക്ക. അവിടെ കുറെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത അവസരം നമുക്കാ അവൾക്ക് പണി കൊടുക്കാൻ. ആണോ? എന്നാ നമ്മളെ ഇന്ന് അവളെ ശരിയാക്കും. ഇന്ന് അവൾക്കൊരു 8ന്റെ പണി തന്നെ കൊടുക്കണം. നീ എന്ത് പണിയാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ? അവളിപ്പോ വരും നമ്മുടെ റൂം ക്ലീൻ ചെയ്യാനായിട്ട്. അവള് ശരിക്കൊന്ന് വൃത്തിയായി ക്ലീൻ ചെയ്യും. ഇവിടെ കൂടിയാലോ മണിമോളെ, ഞാൻ ഇവിടെ നല്ല രസമുണ്ട്. അതിന് നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ട നീ ഇവിടെ നിന്ന് പോവാൻ. അപ്പൊ നീ എന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലേ? ഇല്ലല്ലോ. നീ ഉള്ളതുകൊണ്ട് എനിക്ക് ആ മുത്തിന് നല്ല പണി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ എപ്പോഴും ആ പാറക്കുട്ടിയുടെ കൂടെയാ. എന്നിട്ട് ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും എല്ലാം പ്രശ്നമാവും. ഇപ്പൊ എന്താ പാറക്കുട്ടി ഇങ്ങോട്ട് വരാത്തത്? എന്നെ പേടിച്ചിട്ടാവും. ഏയ്, ഓൾക്ക് അങ്ങനെ ആരും പേടിയൊന്നുമില്ല. ഓള് വരും, നോക്കിക്കോ. അത്രയ്ക്ക് പ്രശ്നക്കാരിയാണോ പാറക്കുട്ടി? എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. അതെ ഡുണ്ടുമോളെ, അവളെ അടുത്തറിയാത്തോണ്ടാ. അവളുടെ കൂടെ കുറച്ചു ദിവസം നിന്ന് നോക്ക്, അപ്പറിയാം. എന്തായാലും ഞാനുണ്ടല്ലോ അവിടെ. അതാ അവള് വരുന്നുണ്ട്. നല്ലോണം അഭിനയിച്ചോ. എന്ത് നോക്കി നിൽക്കാ നീ അവിടെ? ഇവിടെ എത്ര നേരമായി? അലർജി മൂലം ശ്വാസം മുട്ടി തുമ്മി നടക്കുന്നു. ഓ, വന്നോ കൊച്ചമ്മ? കണ്ടോ? വന്നിട്ട് പിന്നെ നോക്കി നിൽക്കാതെ വേഗം എവിടെയെല്ലാം വൃത്തിയാക്ക്. അയ്യോ ഡണ്ടുമോള്, മണിമോൾ പുറത്ത് പോയിക്കോ. ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിട്ടോളാം. എന്നിട്ട് വന്നാ മതി. അല്ലെങ്കിൽ പൊടി തട്ടും ഇനിയും. അതൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. ഞങ്ങളുടെ റൂമിൽ നിന്നേ നിനക്ക് എന്തെങ്കിലും മോഷ്ടിക്കാനല്ലേ? അതെ അതെ, പേരും കളി. എന്തിനാ നിങ്ങൾ രണ്ടുപേരും എന്നെ ഇങ്ങനെ പറയുന്നേ? ഞാൻ ആരുടെയും ഒന്നും ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല. എടി പെണ്ണേ, വേഗം വന്ന് വൃത്തിയാക്കടി ഇവിടെ. അതെ അതെ, അവളൊരു പ്രസംഗം. ആ പെണ്ണിനോട് വേഗം ഇവിടെ നിന്ന് വൃത്തിയാക്കാൻ പറയുവാണോ? വേഗം വൃത്തിയാക്കിക്കോ. ഒരു തരി പൊടി പോലും ഇവിടെ കാണരുത്. പെട്ടെന്ന്. മണിമോളെ, അങ്ങോട്ട് നോക്ക്. നമ്മുടെ കടക്കിലേ ആ പെണ്ണ് കയറി നിൽക്കണോ? ആ കാലത്ത് ചളിയല്ല ഈ കടക്കിലാകും. ഇറങ്ങിടി അവിടുന്ന്. അയ്യോ മണിമോളെ, കാറ്റ് പോയോ? ഹാവൂ, സമാധാനായി. അല്ലെങ്കിൽ മണിമോളുടെ അച്ഛൻ നമ്മളെയൊക്കെ പുറത്താക്കിയേനെ. എന്തിന് ഈ പീറ പെണ്ണിനെ കാട്ടീനോ? എന്റെ ഡാഡിക്ക് എന്നെയാ കൂടുതൽ ഇഷ്ടം. അവിടെ തന്നെ ഇരിക്കാതെ വേഗം ഇവിടേക്ക് വൃത്തിയാക്ക്. എന്തിനാ മണിമോളെ എന്നെ തള്ളിയിട്ടത്? നിനക്കറിയില്ലടി, ഞങ്ങളുടെ കിടക്കയില് ചവിട്ടാൻ പാടില്ലെന്ന്. നിന്റെ കാലിൽ മൊത്തം ചളിയാവും ആ അടുക്കളയിൽ നിന്ന് വന്നിട്ട്. മണിമോളെ, എന്റെ കാലൊക്കെ നല്ലപോലെ വേദനിച്ചു. അത് കണക്കായി പോയി. ഇനി കേറിയാണ്ടല്ലോ ഇനിയും തള്ളിയിടും ഞാൻ. പിന്നെ ഞാൻ എങ്ങനെയാ മുകളിലത്തെ പൊടിയൊക്കെ തട്ടുന്നേ? പൊടി പോയിട്ടൊരു സ്റ്റൂൾ എടുത്തിട്ട് വാടി. മന്ദബുദ്ധിയാണോ നീ? നിനക്കറിയില്ലേ ബെഡിലൊന്നും ചവിട്ടി കയറാൻ പാടില്ലെന്ന്? വേഗം പോയി എടുത്തിട്ട് വാ. മണിമോളെ, അവളുടെ വീഴ്ച കേട്ടപ്പോഴേ ഞാൻ ആകെ പേടിച്ചു കേട്ടോ. എന്തിന്? ഞാനിതൊക്കെ എത്ര കണ്ടതാ. അപ്പോഴേ പറഞ്ഞതുപോലെ ചന്ദ്രൻ വരുമ്പോഴേ പറഞ്ഞേക്ക്. ചന്ദ്രേട്ടൻ ഇന്നലെയും കൂടെ പറഞ്ഞുള്ളൂ നിങ്ങളുടെയൊക്കെ കാര്യം. അവർക്ക് ഇപ്പോഴും അതിശയം തീർന്നിട്ടില്ല. നോക്ക് രമ്മി. പാറക്കുട്ടി, നിനക്ക് കളിക്കാൻ ഒരു കൂട്ടുകൂടി ആയല്ലോ. ഒരു കൂട്ടല്ലല്ലോ, രണ്ടുപേരില്ലേ. പ്രിയമോളൊക്കെ എവിടെ രമി? അവൾക്കിന്ന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. പ്രിയമോളും എല്ലാവരും വരണം കേട്ടോ. ആരും ഒഴിവാകരുത്. അന്ന് എല്ലാം മാറ്റി വെച്ചിട്ട് കല്ലുമോളുടെ കാതുകുത്ത് പരിപാടിക്ക് എല്ലാവരും ഉണ്ടാവണം. എന്നാലും ഇതെങ്ങനെ? അതെന്നെ ഇതെങ്ങനെ? അമ്മ, അവർ രണ്ടുപേരും എങ്ങനെ ഒരേ മുഖച്ചായ ആയത്? പറ അമ്മ, ഞങ്ങൾ എങ്ങനെ ഒരുപോലെ തന്നെ ആയത്? അത് മോളെ, ഒരാളുടെ പോലെ
നീലു നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഏയ് ഇപ്പൊ മഴയേ ഇല്ല. മഴയൊക്കെ പോയി തോന്നുന്നു. ഇനിയൊരു വരവുണ്ടാവും ഇത്രയും ദിവസം നിന്നതിന്. അത് ശരിയാ, ഇപ്പൊ കുറച്ച് ദിവസമായി വെയില് മാത്രാ. ചിന്നു പോട്ടെട്ടോ. ഓക്കേ പാർക്കുട്ടി. മതി നീലു, ഇറങ്ങാൻ നോക്ക്. കല്ലുമോളെ ആന്റിയോട് ടാറ്റ പറഞ്ഞേ. ഞാൻ എടുക്കട്ടെ കല്ലുനെ? വേണ്ട വേണ്ട, കൊച്ചു വീഴും. എന്നാ അമ്മ എടുക്ക്. കല്ലു എന്റെ അടുത്തേക്ക് വരുമോ? കല്ലു, നീലമ്മ, മതി. കല്ലുമ്മ ടാറ്റ പറഞ്ഞേ. കല്ലു പോവാ. ടാറ്റ. അപ്പൊ എന്നാ ശരി.